റോഡ് കയ്യേറി നഗരസഭയുടെ പരിസ്ഥിതി ദിനാഘോഷം. തിരുവനന്തപുരം നഗരസഭയാണ് റോഡ് കയ്യേറി പരിപാടി സംഘടിപ്പിക്കുന്നത്. തകരപ്പറമ്പിൽ റോഡിന്റെ ഒരു ഭാഗം തടസ്സപ്പെടുത്തി വേദി പണിഞ്ഞു. നൃപൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൃപൻ, ഈ വേദി പണിയാൻ അനുമതി നൽകിയിട്ടില്ലെന്നാണ് വഞ്ചൂർ പോലീസ് നൽകുന്ന വിശദീകരണം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാവുന്നത്? തീർച്ചയായും ആര്യ, രാവിലെയാണ് ഇങ്ങനൊരു പരിപാടി തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിച്ചത്. ഇത് പോലീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് അനുമതി വാങ്ങിയിട്ടില്ല. കാരണം റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കയ്യേറിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി പുനർജനിയുടെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റാണ്. അങ്ങനെ ആ പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ നേരത്തെ തന്നെ അനുവാദം വാങ്ങണം. ഒപ്പം തന്നെ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ, മറ്റ് റോഡിനോ മറ്റ് മാർഗ്ഗ തടസ്സങ്ങളോ ഉണ്ടാകാതെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് നഗരസഭയുമായി അന്വേഷിക്കുമ്പോൾ നഗരസഭയുടെ പരിപാടിയല്ല എന്ന് പറയുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ഇതിന്റെ ആലോചന യോഗത്തിൽ മേയറും നഗരസഭാ അധികൃതരൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇത് വിവാദമായതിനു ശേഷം ഇതിൽ പങ്കെടുക്കേണ്ട മേയർ അടക്കമുള്ള നഗരസഭയുടെ പ്രതിനിധികളൊന്നും പങ്കെടുത്തില്ല. ഒപ്പം തന്നെ വേദിയിൽ നമുക്ക് കാണാം, നമ്മുടെ ക്യാമറാമാൻ രമേഷ് അത് കാണിക്കും. വേദിയിൽ നേരത്തെ തന്നെ മേയറുടെ അടക്കമുള്ള ചിത്രങ്ങൾ, മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ചിത്രങ്ങൾ വച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം മാത്രമേ ഇപ്പോഴുള്ളൂ. അതിനുശേഷം ഈ വാർത്ത വന്ന ശേഷമാണ് ആ ചിത്രം, ആ വേദിയിലെ ചിത്രം മായ്ച്ച് കളഞ്ഞത്. അതായത് വേറൊരു ഫ്ലക്സ് വച്ച് അതിനെ മറച്ചത്. പക്ഷേ ഒരു കാര്യം, അത് ഈ പറഞ്ഞ NCCയുടെ അടക്കം കുട്ടികൾ, ക്യാമ്പിലെ കുട്ടികളെയാണ് ഈ പരിപാടിക്ക് കൊണ്ടുവന്നത്. അവർക്ക് ഈ പരിപാടിയുടെ സംഘാടനം സംബന്ധിച്ച് സംഘാടകർ ക്ഷണിച്ചതനുസരിച്ച് അവർക്ക് ബസ് അയച്ചു കൊടുത്തു. നമ്മൾ NCCയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും അവരുടെ സംഘാടകർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ പുനർജനിയുടെ പ്രോജക്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട് NCCയുടെ കുട്ടികൾ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC ബസ് ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ കുട്ടികളെല്ലാം, ഇവിടെ നമുക്ക് കാണുന്ന കുട്ടികളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. അങ്ങനെ രാവിലെ തന്നെ സജ്ജീകരിച്ചു. രാവിലെ തന്നെ ഈ വിദ്യാർത്ഥികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു. അതിനുശേഷമാണ് പരിപാടി ആരംഭിച്ചത്. ആ പരിപാടി ആരംഭിക്കുമ്പോൾ തന്നെ രാവിലെ പ്രത്യേകിച്ച് ഓഫീസിൻ്റെ തിരക്കുണ്ട്, സ്കൂളുകളുടെ തിരക്കുണ്ട്. ആ തിരക്കിൻ്റെ ഭാഗമായി ഈ തകരപ്പറമ്പിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനമോ ഇവിടെ നിന്ന് അങ്ങോട്ടോ വാഹനങ്ങൾ പോകാൻ കഴിയാതെ റോഡ് പൂർണ്ണമായി തടസ്സപ്പെട്ടു. നേരത്തെ തന്നെ അറിയാം, ഈ റോഡ് കയ്യേറിയുള്ള പരിപാടികളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് തലസ്ഥാനത്ത് ഇന്ന് ഭരിക്കുന്ന നഗരസഭയുടെ ഭരണാധികാരികൾ അടക്കം BJP നേതാക്കൾ നടത്തിയത്. പക്ഷേ BJPയുടെ നഗരസഭ നേതൃത്വം തന്നെ ഇത്തരത്തിൽ പരിപാടി റോഡ് കയ്യേറി തലസ്ഥാന നഗരത്തിൽ നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇപ്പോൾ പരിപാടി അല്പം മുമ്പാണ് അതിൻ്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ അവസാനിച്ചത്. ഇനി ഇവിടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇവരെ വീണ്ടും ബസ്സുകളിലേക്ക് തിരിച്ച് ക്യാമ്പ് നടത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. പക്ഷേ വലിയ തരത്തിലുള്ള ട്രാഫിക് ഈ നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടും ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ പൂർണ്ണമായി പോകാത്തൊരവസ്ഥയുണ്ട്. കാരണം ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട്. ഈ പ്രദേശത്തേക്ക് പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി, കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടി നഗരസഭയുടെ മുൻകൈയിൽ നടത്തി എന്ന കാര്യത്തെ സംബന്ധിച്ച് നഗരസഭാ അധികൃതരാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ മറുപടി പറയേണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണ് എന്നറിയാം. വിവിധ സ്പോൺസർമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ ഇതിൻ്റെ ആലോചനാ യോഗത്തിലടക്കം പങ്കെടുത്ത നഗരസഭയുടെ ഭരണാധികാരികൾ ഈ ഘട്ടത്തിൽ ഇതുവരെ പ്രതികരിക്കുന്നില്ല. ഈ പരിപാടി വിവാദമായതിനെ തുടർന്ന് മേയർ അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘാടകർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവരാരും എത്തിച്ചേർന്നിട്ടില്ല. വേദിയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മേയറുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഫോട്ടോ ഇപ്പോൾ മറ്റൊരു ഫ്ലക്സ് വെച്ച് മറച്ച ശേഷമാണ് പരിപാടി സംഘടിപ്പിച്ചത്. വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട്. കാരണം NCCയുടെ കുട്ടികളൊക്കെ വളരെ ദൂരെ നിന്ന് അവർ ക്യാമ്പിലായിരുന്നു. അവിടെ നിന്നാണ് കുട്ടികളെ ഇങ്ങോട്ടേക്ക് പരിപാടിയുടെ ഭാഗമായി കൊണ്ടുവന്നത്. പക്ഷേ റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തടഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് നടത്തിയ പരിപാടിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദമുണ്ട്. സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായ വേർഷൻ ലഭിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയുടെ സംഘാടകൻ ഏറ്റവും മുൻനിരയിൽ, വേദിയുടെ മുൻനിരയിലുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. അല്പനിമിഷത്തിനകം നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി തേടാൻ കഴിയും. പക്ഷേ ഇത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഇതിൻ്റെ സംഘാടകരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പരിസ്ഥിതി ദിനമാണ്. അതിൽ നമ്മുടെ ഈ നഗരത്തിലെ ഒരു അപമാനകരമായിട്ടുള്ള, നമ്മുടെ എല്ലാ അപമാനമായിട്ടുള്ള ആമയിഴഞ്ചാൻ തോടിൻ്റെയും പാർവതി പുത്തനാറിൻ്റെയും ഇതിൻ്റെ ഒരു മോചനം എന്നുള്ള ലക്ഷ്യത്തിലാണ് ആദ്യം ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൽ CMനാണ് ലെറ്റർ അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ജനപ്രതിനിധി, അതെ,
ഇത് ആദ്യം ഞങ്ങൾ പോലീസിനെയാണ് ഞങ്ങൾ സമീപിച്ചത്. ഇവിടെ ഒരു വേദി ഒരുക്കാൻ വേണ്ടി പോലീസിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. പോലീസ് റിട്ടേൺ ആയിട്ടല്ല, കാരണം നമുക്ക് വളരെ ലിമിറ്റഡ് സമയം 7:30 മുതൽ നമ്മളൊരു 9 മണിക്കകം പരിപാടി കഴിഞ്ഞ് വിദ്യാർത്ഥികളെല്ലാവർക്കും വീട്ടിൽ പോകേണ്ടതാണ്. അതായത് ഞങ്ങൾ ഇന്ന് രാവിലെ 7:30 മണിക്ക് മാതൃഭൂമി പുത്തൻ റോഡിലുള്ള ഒരു വൃക്ഷത്തിന് ഒരു വൃക്ഷാദരവ് നൽകിക്കൊണ്ട്, അത് സുഗതകുമാരി അമ്മ സംരക്ഷിച്ചു എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്, അവിടെ നിന്ന് ഒരു വൃക്ഷാദരവ് നൽകിയിട്ടാണ് ഈ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കുറച്ച് സ്കൂട്ടറുകൾക്കെല്ലാം അല്ലെങ്കിൽ ചില വാഹനങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചാലും കുറച്ച് തടസ്സം ഉണ്ടായിട്ടുണ്ടാവാം. അതുമാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റേജ് ഒരുക്കിയിട്ട് അത് പോലീസിൻ്റെയും മറ്റ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ചെയ്ത ഒരു കാര്യമാണ്. പോലീസിന് രേഖാമൂലം എന്ന് പറയുമ്പോഴേക്കും പോലീസിന് ഞങ്ങൾ ലെറ്റർ എന്ന് പറയുമ്പോൾ പുനർജനി എന്നുള്ള പേരിൽ ഞങ്ങളൊരു ക്ഷണം കൊടുത്തിരുന്നു. അപ്പോൾ പോലീസ് കൂടെ ഇതിൻ്റെ ഇല്ല, ഇത് റോഡിൽ അങ്ങനെ ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ പോലീസിനോട് ഞങ്ങൾ സംസാരിച്ചു, ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് ഞങ്ങളൊരു സ്റ്റേജ് ഒരുക്കുന്നത്. അതല്ല ഇതിൻ്റെ സംഘാടകനായതുകൊണ്ട് ചോദിക്കുന്നത്, സാധാരണ ഇത്തരം പരിപാടി ഒരു റോഡിൻ്റെ സൈഡിൽ വെച്ച് നടത്തുന്നെങ്കിലും പ്രധാനപ്പെട്ട ഈ ഒരു പൊതുസ്ഥലത്ത് വെച്ച് നടത്തുന്നത് തന്നെ ഒരു അനുവാദം വാങ്ങേണ്ടതുണ്ട് പോലീസുമായി. പ്രത്യേകിച്ച് ഇത്രയും സമയം റോഡ് ബ്ലോക്കായി കിടന്നു. അപ്പോൾ നിങ്ങൾ ഔദ്യോഗികമായി പോലീസിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ടോ, അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പോലീസിനെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഞങ്ങളൊരു അനുവാദമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അനുവാദം പോലീസ് നൽകി. അതായത് അനുവാദം നൽകുക എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ സ്വഭാവം ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഈ ആമയിടഞ്ചാൽ തോടുമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ മീഡിയ ഹൗസുകളെയും ഞങ്ങൾ നേരത്തെ അറിയിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഘാടകരാണ്. നഗരസഭയുടെ മേയർ അടക്കം രണ്ടാമത് പരിപാടി വന്നിട്ടില്ല. നിങ്ങൾ തന്നെ രണ്ടാമത് മേയറുടെ ഫോട്ടോ അടക്കം ഫ്ലക്സ് വെച്ച് മറച്ചിട്ടുണ്ട്. അതെന്തുണ്ടായി? അല്ല സാർ, ഇതിൽ ഈ ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയും. ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ വിദ്യാലയങ്ങളുടെ ലോഗോ വരെ ഞങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ നഗരസഭയെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിലുള്ള വിവിധ ഏജൻസികൾ, ഗവൺമെൻറ് ഏജൻസികളുണ്ട്, നോൺ ഗവൺമെൻറ് ഏജൻസികളുണ്ട്, വിവിധ NGO ഉണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഇതിൽ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് രണ്ടാമത് ഈ വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ മേയറുടെ ഫോട്ടോ മറച്ചത് എന്താണ്? അതായത് തീർച്ചയായിട്ടും ഇതിൽ 3 ഫോട്ടോയാണ് വരുന്നത്. ഒന്ന് CM-ന്റെ ഫോട്ടോയുണ്ട്, മേയറുടെ ഫോട്ടോയുണ്ട്, ഡെപ്യൂട്ടി മേയറുടെ ഫോട്ടോ മാത്രമേ നമ്മളതിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫോട്ടോ നമ്മൾ വയ്ക്കുമ്പോഴേക്കും ഇതൊരു കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രോഗ്രാം എന്നുള്ള ഒരു വ്യാഖ്യാനം വരാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് അവസാനത്തെ നിമിഷം അങ്ങ് ഒഴിവാക്കിയത്. ഈ റോഡ് കയ്യേറി ഇങ്ങനെ ട്രാഫിക് തടസ്സം ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ സംഘാടകരുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇത് സ്വാഭാവിക നടപടിയാണ്, ഇതിൽ അങ്ങനെ ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. അതെ, തീർച്ചയായിട്ടും നമ്മളിതൊരു തടസ്സം ഉണ്ടാക്കാനല്ല, തടസ്സം ഉണ്ടാക്കിയിട്ടുമില്ല. ഇത് എല്ലാ മീഡിയ ഹൗസുകളും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാം അറിയിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ്. കൃത്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും തീർക്കും. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വളരെ ദൂരെ നിന്നുള്ള വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് സംബന്ധിച്ച് അവരുടെ സംഘാടകരുടെ ഔദ്യോഗികമായ വിശദീകരണമാണ് ഇപ്പോൾ കേട്ടത്. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ച അതല്ല. ഇത് വേദിയിൽ ഈ പറയുന്ന തകരപ്പറമ്പ് റോഡിൻ്റെ 3/4 ഭാഗവും കയ്യേറിയിട്ടാണ്. ഇപ്പോഴും വാഹനങ്ങൾ പോകാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ കാണാൻ കഴിയും. ഇതിൻ്റെ ഗൗരവതരം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകുകയാണ്. പക്ഷേ ഒപ്പം തന്നെ നിയമങ്ങൾ പാലിക്കാനുള്ള ബാധ്യത സംഘാടകർക്കുണ്ട്. അത്തരം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം നൽകുക ആണ് ലക്ഷ്യമെങ്കിൽ സംഘാടകർ എന്തുകൊണ്ട് അത്തരം ഒരു സ്ഥലം സെലക്ട് ചെയ്തില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നേരത്തെ തന്നെ പലതവണ തലസ്ഥാനത്ത് സമാനമായ വിവാദമുണ്ടായപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. ഇന്ന് തലസ്ഥാനം ഭരിക്കുന്ന മേയർ അടക്കം ഏകദേശം 6 മാസത്തിനു മുമ്പ് തലസ്ഥാനത്ത് ഈ റോഡ് കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് BJPയുടെ നേതാക്കളാണ് വന്ന് വലിയ ബഹളവും പ്രതിരോധമൊക്കെ തീർത്തത്. അതേ നേതാക്കൾ നഗരസഭ ഭരിക്കുമ്പോൾ തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ ഭാഗം പൂർണ്ണമായി കയ്യേറി പരിപാടി സംഘടിപ്പിച്ചു. മാത്രമല്ല പോലീസിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായി അറിയിപ്പ് നൽകുകയോ ഇക്കാര്യത്തിൽ പോലീസിന് അനുവാദം നൽകുകയോ ചെയ്തിട്ടില്ല.
എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദമായപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ആ വേദിയിലുണ്ടായിരുന്ന ഈ ഫ്ലക്സ് ബോർഡിലെ ആ ചിത്രങ്ങൾ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രങ്ങൾ മറച്ചത് എന്ന കാര്യത്തിലും ആ സംഘാടകർ വ്യക്തമായ മറുപടി പറയുന്നില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് വിവാദം കത്തിപ്പടരുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ സംഘടനകൾ പാലിക്കേണ്ട അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് വെളിവാക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് സംസ്ഥാനത്തെ പോലീസും ഒപ്പം തന്നെ ഇതിൻ്റെ സംഘാടകരും നടത്തേണ്ടത് എന്നതാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. വിശദാംശങ്ങൾ നൽകിയത്.